بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഇനി നമുക്കതിന്റെ പദാനുപദാർത്ഥം പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സൂറത്തിലെ ആദ്യത്തെ 3 പദങ്ങളും നാം നേരത്തെ പഠിച്ചിട്ടുള്ളവയാണ്. ഖുൽ പറയുക, അഊദു ഞാൻ അഭയം തേടുന്നു, ബിറബ്ബി രക്ഷിതാവിനോട്, അൽ ഫലഖ് പുലരി. നേരത്തെ നാം പഠിച്ചു റബ്ബിൻ നാസ് ജനങ്ങളുടെ റബ്ബ്, അതേപോലെ റബ്ബിൽ ഫലഖ് പുലരിയുടെ രക്ഷിതാവ്. മിൻ ഷർറ് നേരത്തെ നാം പഠിച്ചിട്ടുള്ളതാണ്. മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ് നാം പഠിച്ചു കഴിഞ്ഞു. മിൻ ഷർറ് തിന്മയിൽ നിന്ന്. മിന്നിന്റെ അർത്ഥം നിന്ന്. മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അർത്ഥം. അപ്പോൾ മിൻ നിന്ന്, മൻ ആര്. മിൻ ശർരി മാ ഖലഖ്. മാ ഒന്ന്, മാക്ക് എന്ത് എന്ന അർത്ഥമുണ്ട്. എന്താണോ അത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ മിൻ ശർറ് തിന്മയിൽ നിന്ന്, മാ ഒന്നിന്റെ, ഖലഖ അവൻ സൃഷ്ടിച്ചു. ഖലഖ അവൻ സൃഷ്ടിച്ചു, ഖാലിഖ് സൃഷ്ടാവ്. ഖലഖ സൃഷ്ടിച്ചു, ഖാലിഖ് സൃഷ്ടാവ്. മാ ഖലഖ അവൻ സൃഷ്ടിച്ചതായ ഒന്ന്. ഖലഖ അവൻ സൃഷ്ടിച്ചു, മാ ഖലഖ അവൻ സൃഷ്ടിച്ചതായ ഒന്ന്. അല്ലെങ്കിൽ എന്തിനെയാണോ അവൻ സൃഷ്ടിച്ചത് അത്. വമിൻ ശർറി നാം പഠിച്ച പദം വീണ്ടും ആവർത്തിക്കുകയാണ്. വമിൻ ശർറ് തിന്മയിൽ നിന്ന്, ഗാസിഖ് രാവ്. മിൻ ശർരി ഗാസിഖ് രാവിന്റെ തിന്മയിൽ നിന്ന്. ഗാസിഖ് ശർരി ഗാസിഖിൻ ഇദാ വഖബ് രാവിന്റെ തിന്മയിൽ നിന്ന്, അത് ഇരുൾ മൂടുമ്പോൾ. വമിൻ ശർരി തിന്മയിൽ നിന്ന്, നഫാസാത്ത് ഊതുന്നവരുടെ, ഫിൽ ഉഖദ് കെട്ടുകളിൽ. വമിൻ ശർരി നഫാസാത്ത് കെട്ടുകളിൽ ഊതുന്നവരുടെ തിന്മയിൽ നിന്ന്. വമിൻ ശർരി തിന്മയിൽ നിന്ന്, ഹാസിദിൻ അസൂയാലുവിന്റെ, ഇദാ ഹസദ അവൻ അസൂയപ്പെടുമ്പോൾ. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് അസൂയാലു അസൂയപ്പെടുമ്പോൾ അവന്റെ തിന്മയിൽ നിന്നും. ഇവിടെ മാ എന്ന് പറഞ്ഞു. മിൻ ശർരി മാ ഖലഖ് അവൻ സൃഷ്ടിച്ചത് ഏതാണോ അതിന്റെ തിന്മയിൽ നിന്ന്. മാ പോലെ തന്നെയുള്ള മറ്റൊരു സംഗതിയാണ് മൻ. മൻ ആര് എന്ന് നാം പറഞ്ഞു. മൻ എന്നാൽ സാധാരണ അർത്ഥം ആര് എന്നാണ്. ഇംഗ്ലീഷിൽ ഹു എന്ന് പറയുന്നത് പോലെ. അതേപോലെ മൻ ആരാണോ അവൻ എന്ന അർത്ഥത്തിലും വരും. ഹു ഈസ് ദാറ്റ് എന്ന് ചോദിച്ചാൽ അതാരാണ്. I saw a man who was my brother's friend എന്ന് പറയുമ്പോൾ ഞാനൊരു മനുഷ്യനെ കണ്ടു, അയാൾ എൻ്റെ സഹോദരൻ്റെ ഫ്രണ്ടാണ്. ഞാനൊരു മനുഷ്യനെ കണ്ടു, അയാൾ എൻ്റെ സഹോദരൻ്റെ സുഹൃത്താണ്.
എന്ന് പറയുന്നത് പോലെ മൻ ആര്, അതേപോലെ തന്നെ മൻ ആരാണോ അവൻ. നമുക്കറിയാമല്ലോ, നാം ഖബറിൽ ആദ്യം അഭിമുഖീകരിക്കേണ്ട ചോദ്യം മൻ റബ്ബുക എന്നാണ്. അതിന്റെ അർത്ഥം ആരാണ് നിന്റെ രക്ഷിതാവ് എന്ന്. അപ്പോൾ മൻ ആര്, ഈ ഉദാഹരണം നാം ഓർമ്മിച്ച് വയ്ക്കുക. മൻ ആര്, മൻ റബ്ബുക ആരാണ് നിന്റെ രക്ഷിതാവ്. അതേപോലെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖൈറുക്കും നിങ്ങളിൽ ഉത്തമൻ, മൻ ഒരുവനാണ്, തഅല്ലമ അവൻ പഠിച്ചു, അൽ ഖുർആന ഖുർആനിനെ, വഅല്ലമ അതവൻ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഖൈറുക്കും നിങ്ങളിൽ ഉത്തമൻ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ആരാണോ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവൻ അവനാണ് ഉത്തമൻ. അപ്പോൾ മൻ തുടക്കത്തിൽ വന്നാൽ ആര് എന്നും ഇടയിൽ വന്നാൽ ആരാണോ അവൻ എന്നുമാണ് അർത്ഥം. അതേപോലെ തന്നെയാണ് മാ ഹാദ എന്ന് ചോദിച്ചാൽ ഇതെന്ത്. നാം ഖബറിൽ അഭിമുഖീകരിക്കേണ്ട രണ്ടാമത്തെ ചോദ്യം എന്താണ്? മാ ദീനുക, മൻ റബ്ബുക നിന്റെ റബ്ബാര്. രണ്ടാമത്തെ ചോദ്യം മാ ദീനുക് നിന്റെ ദീനെന്ത്. അപ്പോൾ മാ എന്ത്, മാ ദീനുക നിന്റെ ദീനെന്ത്. അപ്പോൾ മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുമ്പോൾ എന്തിനെയാണോ അവൻ സൃഷ്ടിച്ചത് അതിന്റെ തിന്മയിൽ. അപ്പോൾ മാ തുടക്കത്തിൽ വന്നാൽ എന്ത് എന്നർത്ഥവും ഇടയിൽ വന്നാൽ എന്താണോ അത് എന്നർത്ഥവും. മൻ റബ്ബുക നിന്റെ റബ്ബാര്, മാ ദീനുക നിന്റെ ദീൻ ഏത്. ഇത് നാം ഓർമ്മിച്ച് വെക്കേണ്ട രണ്ട് ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 7 സർവ്വനാമങ്ങളുടെ തുടർച്ചയായി കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാം.